ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഈ റീസെന്റായി റിലീസായ കന്നഡ വെബ് സീരീസ് ആയ പോച്ചമ്മ എന്ന സീരീസിന്റെ കഥയാണ്. 10 ഏക്കറിന് നടുവിലായി വരുന്ന ഒരു ബംഗ്ലാവ്, അവിടെ കുടിയിരിക്കുന്ന ദേവി കാവലിരിക്കുന്ന വലിയ നിധി. ആ നിധി ആഗ്രഹിച്ചെത്തിയവരെല്ലാം ഒന്നൊന്നായി മരിക്കാൻ തുടങ്ങുന്നു. അത് ദേവിയുടെ കോപമായിരുന്നു. ദേവി കാവലിരുന്ന നിധിക്ക് പിന്നിലെ സത്യം എന്താണ്? ധാരാളം ട്വിസ്റ്റുകൾ നിറഞ്ഞ പോച്ചമ്മ എന്ന ഈ വെബ് സീരീസിന്റെ കഥ മുഴുവനായും കേൾക്കാം. സ്റ്റാർട്ടിംഗ് സീനിൽ ഒരുപാട് സ്ഥലത്തിന് നടുവിലായുള്ള ഒരു വലിയ വീടാണ് കാണിക്കുന്നത്. അവിടെ ഒരു ആനിവേഴ്സറി ഫംഗ്ഷൻ നടന്നതായും എന്നാൽ എല്ലാം അലങ്കോലമായിട്ടാണ് കിടക്കുന്നതും. ടേബിളിൽ നിന്നും രക്തം ഒലിച്ചിറങ്ങുന്നുണ്ട്. അവിടെ സീൻ കട്ട് ചെയ്ത് ഒരു ഹോസ്പിറ്റൽ കാണിക്കുന്നു. ജെസ്സി എന്ന പെൺകുട്ടി വീടിന് മുകളിൽ നിന്നും വീണതിനെ തുടർന്നാണ് അവളുടെ ഫാമിലി അവളുമായി ഹോസ്പിറ്റലിൽ എത്തിയിരിക്കുന്നത്. ജെസ്സിയുടെ ഫാദറിന്റെ പേര് ഫ്രാൻസിസ്, ജെസ്സിയുടെ അമ്മ നാൻസി, അവളുടെ ചേച്ചി ഇവ, ചേച്ചിയുടെ ഹസ്ബൻഡ് ഡേവിഡ്, പിന്നെ അവരുടെ വീട്ടിലെ ജോലിക്കാരായ രഘുപതിയുടെ വൈഫായ മായമ്മ, മകൾ രുദ്ര, മകൻ സുരേഷ് എന്നിവരാണ് ആ ഹോസ്പിറ്റലിൽ ഉള്ളത്. ആ വലിയ വീട്ടിൽ ഇവർ ഇത്രയും പേരാണ് താമസിക്കുന്നത്. ഹോസ്പിറ്റലിൽ ആകെ ടെൻഷനോടെ നിൽക്കുന്ന ഫ്രാൻസിസിനോട് ഇതൊക്കെ പോച്ചമ്മയുടെ ശാപമാണെന്ന് രഘുപതി പറയുമ്പോൾ ഞാൻ ഇതൊക്കെ വിശ്വസിക്കണോ? മിണ്ടാതിരിക്കാനാണ് ഫ്രാൻസിസ് ദേഷ്യത്തോടെ രഘുപതിയോട് പറയുന്നത്. എന്നാൽ ഈ സമയം തന്നെ ഡോക്ടർ പുറത്തേക്ക് വന്ന് ജെസ്സി മരിച്ചെന്ന് അവരോട് പറയും. ഇത് കേട്ട് അവരെല്ലാം ആകെ ഷോക്ക്ഡായി വളരെയധികം ഫീൽ ചെയ്യുന്നു. അവിടെ സീൻ കട്ട് ചെയ്ത് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് നടന്നതാണ് കാണിക്കുക. ഫ്രാൻസിസ് വലിയൊരു ബിസിനസ്മാൻ ആണ്. കുറച്ചുനാൾ നാട്ടിൻപുറത്തെ ലൈഫ് എൻജോയ് ചെയ്യാനായിട്ടാണ് ഫ്രാൻസിസും ഫാമിലിയും 10 ഏക്കർ വരുന്ന ആ സ്ഥലവും അതിന് നടുവിലായുള്ള ആ ബംഗ്ലാവും മേടിക്കുക. ആ വീടിന് മുറ്റത്തായി പോച്ചമ്മ എന്നൊരു ദേവിയുടെ ശിലയുണ്ടായിരുന്നു. ആ എസ്റ്റേറ്റ് തൊഴിലാളികളും രഘുപതിയുടെ ഫാമിലിയും ഒക്കെ പോച്ചമ്മയെ ആരാധിച്ചു പോന്നു. എന്നാൽ ക്രിസ്ത്യൻസ് ആയ ഫ്രാൻസിസ് ആ വീട്ടിലേക്ക് വന്നയുടനെ ദേവിയുടെ ശില അവിടെ നിന്നും നീക്കം ചെയ്യാനാണ് ശ്രമിക്കുന്നത്. ഞങ്ങൾ ആരാധിക്കുന്ന ജീവനുള്ള ദേവിയാണ് പോച്ചമ്മ, പോച്ചമ്മയുടെ ശില മാറ്റരുതെന്ന് പറഞ്ഞ് രഘുപതി ഫ്രാൻസിസിനെ കാലു പിടിക്കുമെങ്കിലും അതൊന്നും ചെവിക്കൊള്ളാതെ ഫ്രാൻസിസ് ദേവിയുടെ ശില അവിടെ നിന്നും അയാളുടെ ആളുകളെ കൊണ്ട് എടുപ്പിക്കുകയും അതൊരു കാട്ടിലേക്ക് വലിച്ചെറിയുകയും ചെയ്യുന്നു. അവിടെ സീൻ കട്ട് ചെയ്ത് രഘുപതിയുടെ മകനായ സുരേഷിനെ കുറിച്ച് പോലീസുകാർ ചേർന്ന് ഓടിച്ചു പിടിക്കുകയും സ്റ്റേഷനിൽ എത്തിക്കുകയും ചെയ്യും. സ്റ്റേഷനിലേക്ക് വരുന്ന ഇവ സുരേഷിനെ നല്ല രീതിയിൽ അടിക്കാൻ തുടങ്ങുമ്പോൾ SI പ്രശാന്ത് ഇടപെടുകയും ഇവയെ പിടിച്ചു മാറ്റി എന്തിനാണ് സുരേഷിനെ അടിക്കുന്നതെന്നും ചോദിക്കും. ഇവൻ ഒറ്റയൊരുത്തൻ കാരണമാണ് എന്റെ സിസ്റ്റർ ജെസ്സി മരിച്ചതെന്ന് ഇവ പറയുന്നു. അതിന് സംഭവം നടക്കുന്ന സമയത്ത് സുരേഷ് നിങ്ങളോടൊപ്പം ആ ഫംഗ്ഷനിൽ തന്നെ ഉണ്ടായിരുന്നല്ലോ, പിന്നെ എങ്ങനെയാണ് സുരേഷ് ജെസ്സിയുടെ മരണത്തിന് കാരണക്കാരനാകുകയെന്ന് SI പ്രശാന്ത് ചോദിക്കും. അന്ന് നിങ്ങളുടെ ആനിവേഴ്സറി ആയിരുന്നല്ലോ. ശരിക്കും അന്നേ ദിവസം എന്താണ് നടന്നതെന്ന് ഡീറ്റെയിൽ ആയി പറയാൻ പ്രശാന്ത് പറയുമ്പോൾ ഇവ പറയാൻ തുടങ്ങും. അന്ന് ഡേവിഡിന്റെയും ഇവയുടെയും ആനിവേഴ്സറി ആയിരുന്നു. അവൾക്കായി ഫ്രാൻസിസ് വളരെ കോസ്റ്റ്ലി ആയ ഒരു നെക്ലേസ് ഗിഫ്റ്റായി നൽകുന്നുണ്ട്. ഡേവിഡും ഇവയും പരസ്പരം സ്നേഹിച്ച വളരെ ഹാപ്പി ലൈഫാണ് അവരുടേത്. ജെസ്സി കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരോ അവളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നതായി ജെസ്സിക്ക് തോന്നുന്നു. അവൾക്ക് ആരാണ് തന്നെ നോക്കിയതെന്ന് മനസ്സിലായതുപോലെ ആ കാര്യത്തെക്കുറിച്ച് അമ്മയായ നാൻസിയോട് പറയാൻ ട്രൈ ചെയ്യും. എന്നാൽ സുരേഷും ആ സമയം റൂം ക്ലീൻ ചെയ്യാനായി അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഇവർ തമ്മിൽ സംസാരിക്കുന്നത് സുരേഷും നോട്ടീസ് ചെയ്യും. എനിക്കൊരു അർജന്റ് കാര്യം പറയാനുണ്ടെന്ന് ജെസ്സി പറയുമ്പോൾ രാവിലെ തന്നെ തുടങ്ങിയോ? നിനക്ക് എപ്പോഴും ആരുടെയെങ്കിലും കുറ്റം പറയാനുണ്ടാകും. ആട്ടെ, ഇന്ന് ആരുടെയാണ്? എന്തായാലും എനിക്കതൊന്നും കേൾക്കാൻ സമയമില്ലെന്ന് പറഞ്ഞ് നാൻസി അവിടെ നിന്നും പോകുന്നു. ഡേവിഡ് റൂമിൽ നിന്നുകൊണ്ട് താഴേക്ക് നോക്കുമ്പോൾ ജെസ്സിയും സുരേഷും സംസാരിച്ചു നിൽക്കുന്നതാണ് കാണുന്നത്. ജെസ്സി ആകെ ടെൻഷനോടെ കരയുകയാണ്. സുരേഷ് അവളെ സമാധാനിപ്പിക്കാനും ശ്രമിക്കുന്നുണ്ട്. ഡേവിഡ് ഉടനെ ഇത് ഇവയെ വിളിച്ച് കാണിക്കും. വീട്ടുവേലക്കാരനുമായി ജെസ്സി എന്താണ് കാണിക്കുന്നതെന്ന് ചോദിച്ച് വളരെ ദേഷ്യത്തോടെ അങ്ങോട്ട് ചെന്ന് സുരേഷിനെ ഇവ അടിക്കുന്നുണ്ട്. എന്റെ വീട്ടിലെ എച്ചിരി തിന്നിട്ട് നീ എന്റെ സിസ്റ്ററിനെ തൊട്ട് സംസാരിക്കുമോ? നിനക്കൊക്കെ അതിന് എന്ത് യോഗ്യതയാണുള്ളതെന്നൊക്കെ വളരെ ദേഷ്യത്തോടെ ഇവ ചോദിക്കും. എന്നാൽ ഇതൊക്കെ കേട്ടു നിൽക്കുക മാത്രമാണ് സുരേഷ് ചെയ്യുക. അന്ന് നൈറ്റ് നല്ല രീതിയിൽ ആനിവേഴ്സറി ഫംഗ്ഷൻ നടക്കുന്നു. എല്ലാവരും വളരെ ഹാപ്പി ആണെങ്കിലും ജെസ്സി മാത്രം വളരെ സാഡായിട്ടാണ് ഉള്ളത്. അവൾക്ക് എന്തൊക്കെയോ പറയണമെന്നുണ്ട്. എന്നാൽ ആരും അവളെ കേൾക്കാൻ തയ്യാറാകുന്നുമില്ല. കുറച്ച് വൈൻ കുടിച്ചതിന് ശേഷം അവൾ സ്റ്റെപ്പ് കയറി വീടിന് മുകളിലെത്തി എല്ലാവരോടും സംസാരിക്കാൻ ട്രൈ ചെയ്യുന്നു. നീ അവിടെ നിന്നും നീ എന്താണ് കാണിക്കുന്നത്? പെട്ടെന്ന് താഴെ ഇറങ്ങാൻ ഫ്രാൻസിസ് പറയുമ്പോൾ എനിക്ക് എല്ലാവരോടും സംസാരിക്കണമെന്ന് പറഞ്ഞ് അവൾ എന്തോ പറയാനായി തുടങ്ങുമ്പോൾ കറക്റ്റായി കാല് തെറ്റി താഴേക്ക് വീഴുന്നു. ആ വീഴ്ചയിലായിരുന്നു ജെസ്സി മരിക്കുന്നതും. സുരേഷും ജെസ്സിയും തമ്മിൽ അന്ന് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഞങ്ങൾ തക്കതായ ആക്ഷൻ എടുത്തോളാം എന്ന് പറഞ്ഞ് പ്രസാദ് ഇവയെ അവിടെ നിന്നും പറഞ്ഞു വിട്ടതിനു ശേഷം നീയും ജെസ്സിയും തമ്മിൽ എന്താണ് ബന്ധമെന്നും അവളെ മരിക്കാൻ നീയാണോ കാരണമെന്നും പ്രശാന്ത് ചോദിക്കുമ്പോൾ ഞാൻ അവളെ ജീവന തുല്യം സ്നേഹിച്ചിരുന്നെന്നാണ് സുരേഷ് പറയുന്നത്. ഇവ പറഞ്ഞതുപോലെ സുരേഷാണ് ഇതിനൊക്കെ കാരണമെന്നതിന് മറ്റു തെളിവുകളൊന്നും ഇല്ലാത്തതിനാൽ വിളിക്കുമ്പോൾ വരണമെന്ന് പറഞ്ഞ് പോലീസ് അവനെ റിലീസ് ചെയ്യുന്നു. അവിടെ സീൻ കട്ട് ചെയ്ത്
സുരേഷ് മരിച്ചു കിടക്കുന്ന ജെസ്സിയെ കാണാനായി എത്തുമ്പോൾ ഇവ അവളെ കാണാനായി സുരേഷിനെ സമ്മതിക്കില്ല. എല്ലാത്തിനും കാരണം ഇവനാണെന്ന് ഇവ പറയും. സുരേഷും അവളെ കുറിച്ച് ഓർത്ത് വളരെ ഫീൽ ചെയ്യുന്നു. പ്രശാന്ത് എസ്റ്റേറ്റിലെ പണിക്കാരിയെല്ലാം വിളിച്ചു വരുത്തി ഫ്രാൻസിസിന്റെ ഫാമിലിയെ കുറിച്ചും ജെസ്സിയെ കുറിച്ചും ചോദിച്ചറിയും. ഞങ്ങളുടെ കാവൽ ദൈവമായ പോച്ചമ്മയുടെ ശില ഇവിടെ നിന്നും എടുത്തു കളഞ്ഞതിനാലാണ് ഫ്രാൻസിസിന്റെ ഫാമിലിക്ക് ഇങ്ങനെ സംഭവിച്ചതെന്ന് അവർ പറയുമ്പോൾ ഒരു പുച്ഛത്തോടെയാണ് പ്രശാന്ത് ഇത് കേട്ടുകൊണ്ടിരിക്കുക. എന്നാൽ ഉടനെ പ്രശാന്തിന്റെ വായിൽ നിന്നും ബ്ലഡ് വരാൻ തുടങ്ങും. ഇതൊക്കെ ചിലപ്പോൾ പോച്ചമ്മയുടെ ശാപമാണോ എന്ന് പ്രശാന്തിനും ഒരു ഡൗട്ട് തോന്നാൻ തുടങ്ങും. അവിടെ സീൻ കട്ട് ചെയ്ത് 9 മാസങ്ങൾക്ക് മുൻപ് നടന്നതാണ് കാണിക്കുക. അന്നാണ് ആദ്യമായി ഫ്രാൻസിസും ഫാമിലിയും എസ്റ്റേറ്റും വീടും വിലയ്ക്ക് മേടിച്ച് അവിടേക്ക് താമസിക്കാനായി വരിക. അവർക്ക് എല്ലാവർക്കും അവിടുത്തെ അറ്റ്മോസ്ഫിയർ നന്നായി ഇഷ്ടപ്പെടുന്നു. ജെസ്സി ആകട്ടെ ആകെ ത്രില്ലിലായിരുന്നു. അങ്ങനെ ഒരു സ്ഥലവും അവിടുത്തെ ആളുകളെയും കണ്ട് അവൾ വലിയ എക്സൈറ്റ്മെന്റിലായിരുന്നു. ഫ്രാൻസിസിന്റെ ഫാമിലിയെ ഹെൽപ്പ് ചെയ്യാൻ അവിടെ രഘുപതിയും രഘുപതിയുടെ വൈഫ് മായമ്മ, മകൻ സുരേഷ്, മകൾ രുദ്ര എന്നിവരുമുണ്ട്. ജെസ്സിയും എസ്റ്റേറ്റ് മുഴുവൻ ചുറ്റിക്കാണണമെന്ന് പറഞ്ഞു പോകുമ്പോൾ സുരേഷിനെയും അവൾക്ക് കൂട്ടായി രഘുപതി പറഞ്ഞു വിടുന്നു. ഫ്രാൻസിസ് അവിടെ പോച്ചമ്മയുടെ ശില കാണുന്നു. ഇത് എന്തിനാണ് ഇവിടെ? ഇത് ഉടനെ ഇവിടെ നിന്നും മാറ്റണമെന്നും ഫ്രാൻസിസ് പറയുന്നു. ഇത് ഞങ്ങളുടെ കാവൽ ദൈവമാണ്, വളരെ ശക്തിയുള്ള ദേവിയാണ്. ദേവി തനിയെ വന്ന് ഇവിടെ കുടിയിരുന്നതാണ്. അത് അവിടെ തന്നെ അങ്ങനെ ഇരിക്കട്ടെ എന്ന് രഘുപതി പറയുമ്പോൾ ഇതിലൊന്നും ഞങ്ങൾക്ക് വിശ്വാസമില്ലെന്നും ഉടനെ ആ ശില അവിടെ നിന്നും മാറ്റാനുള്ള കാര്യങ്ങൾ ചെയ്യാനുമാണ് ഫ്രാൻസിസ് പറയുക. അവിടെ സീൻ കട്ട് ചെയ്ത് പ്രസന്റ് ടൈം കാണിക്കുമ്പോൾ ടെറസിലേക്കുള്ള കോണിപ്പടികളിൽ ബ്ലഡ് സ്റ്റെയിൻ കാണുന്നതിനാൽ സംശയം തോന്നുന്ന ഇവ ഇത് പ്രശാന്തിനെ വിളിച്ചു കാണിക്കുന്നു. പ്രശാന്ത് ഫ്രാൻസിസിനോടും നാൻസിയോടും ജെസ്സിയെ കുറിച്ച് ചോദിച്ചറിയും. ജെസ്സിക്ക് ഡ്രഗ്സ് യൂസ് ചെയ്യുന്ന ഹാബിറ്റ് ഉണ്ടായിരുന്നോ എന്ന് പ്രശാന്ത് ചോദിക്കുമ്പോൾ അവൾ ഞങ്ങളോട് അനുവാദം ചോദിച്ചിട്ട് വൈൻ മാത്രം കുടിക്കാറുണ്ട്, അതും എന്തെങ്കിലും ഫംഗ്ഷന് മാത്രം, അല്ലാതെ അവൾ ഡ്രഗ്സ് ഒന്നും യൂസ് ചെയ്യാറില്ലെന്നാണ് നാൻസി പറയുന്നത്. എന്നാൽ ജെസ്സിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അവളുടെ ശരീരത്തിൽ നിന്നും കൊക്കെയിൻ കണ്ടെത്തിയിരുന്നെന്നും പ്രശാന്ത് പറയുമ്പോൾ നാൻസിയും ഫ്രാൻസിസും ഷോക്ഡ് ആകുന്നു. പ്രശാന്ത് പോയതിനു ശേഷം റൂമിലേക്ക് വരുന്ന ഫ്രാൻസിസിനോട് നിങ്ങളാണ് ഈ വീട്ടിൽ കൊക്കെയിൻ യൂസ് ചെയ്യുന്നത്, ഈ മുറിയിൽ വെച്ചാണ് അവൾ കൊക്കെയിൻ യൂസ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞ് ടേബിളിന്റെ പുറത്തായി പറ്റിപ്പിടിച്ചിരിക്കുന്ന ഡ്രഗ്സിന്റെ പൊടികൾ നാൻസി ഫ്രാൻസിസിന് കാണിച്ചു കൊടുക്കും. നിങ്ങൾ സൂക്ഷിച്ചിരുന്ന കൊക്കെയിൻ അവൾ യൂസ് ചെയ്തതാകാമെന്ന് നാൻസി പറയുമ്പോൾ അതിന് ചാൻസ് ഇല്ല, കാരണം ഞാൻ കൊക്കെയിൻ യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ ഞാൻ എന്റെ അലമാരയ്ക്കുള്ളിൽ കൊക്കെയിൻ ലോക്ക് ചെയ്ത് വെച്ചതിന് ശേഷം കീ എപ്പോഴും കൈകളിൽ കരുതാറുണ്ടെന്ന് പറഞ്ഞ് ഫ്രാൻസിസ് കീ തിരയുമ്പോഴാണ് അലമാരയുടെ കീ മിസ്സിംഗ് ആണെന്ന് അയാൾ മനസ്സിലാക്കുക. നിങ്ങൾ തിരയുന്ന അലമാരയുടെ കീ ആ അലമാരയിൽ തന്നെ ഉണ്ടെന്ന് പറഞ്ഞ് നാൻസി കീ കാണിച്ചു കൊടുക്കുന്നു. രഘുപതിയുടെ വൈഫ് മായമ്മ ഒരു പുതിയ മെയ്ഡിനെ അവിടെ ജോലിക്ക് കൊണ്ടുവന്നിരുന്നു. ആ പെൺകുട്ടി തുണികൾ അലമാരയിൽ വെക്കാനായി കീ ഫ്രാൻസിസിന്റെ കയ്യിൽ നിന്ന് മേടിച്ചിരുന്നു. എന്നാൽ ആ അലമാര ഓപ്പൺ ചെയ്യുന്ന ആ പെൺകുട്ടി അവിടെ ഒരു കോസ്റ്റ്ലി നെക്ലേസ് കാണുകയും ആരും അറിയാതെ അവൾ അത് മോഷ്ടിക്കുകയും ചെയ്യും. ഇതിനിടയിൽ അവൾ കീ ആ അലമാരയുടെ ലോക്കിനുള്ളിൽ തന്നെ വെച്ചിരുന്നു. ഫ്രാൻസിസും കീ എടുക്കാൻ മറന്നുപോയിരുന്നു. ഈ കാര്യം ഫ്രാൻസിസ് പറയുമ്പോൾ നാൻസി ഉടനെ ആ അലമാര തുറന്നു നോക്കുകയും തന്റെ നെക്ലേസ് മിസ്സിംഗ് ആണെന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നു. ഇവർ തമ്മിൽ സംസാരിക്കുന്നതൊക്കെ രഘുപതിയുടെ മകൾ രുദ്രയും കേൾക്കുന്നുണ്ടായിരുന്നു. മായമ്മ കൊണ്ടുവന്ന മെയ്ഡായതിനാൽ അവളെ കുറിച്ച് അറിയാനായി നാൻസി മായമ്മയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും. എന്നാൽ ഈ സമയം രഘുപതിയുടെ വീട്ടിലെത്തിയ ആ പെൺകുട്ടി അവൾ മോഷ്ടിച്ച നെക്ലേസ് മായമ്മയ്ക്കാണ് നൽകുന്നത്. നീ ഇനി ഇവിടെ നിൽക്കണ്ട, എങ്ങോട്ടെങ്കിലും പൊയ്ക്കോളാൻ പറഞ്ഞ മായമ്മ അവൾക്ക് കുറച്ച് പണവും പാരിതോഷികമായി നൽകുന്നു. ആക്ച്വലി മായമ്മയുടെ പ്ലാൻ പ്രകാരമായിരുന്നു ആ പെൺകുട്ടി ആ കോസ്റ്റ്ലി നെക്ലേസ് മോഷ്ടിച്ചത് തന്നെ. എന്നാൽ നാൻസിയുടെ ചോദ്യം ചെയ്യലിൽ ഒന്നും അറിയാത്തതുപോലെ ആ പെൺകുട്ടിയുടെ വീടും മറ്റ് ഡീറ്റെയിൽസ് ഒന്നും തനിക്ക് അറിയില്ലെന്നാണ് മായമ്മ പറയുന്നത്. ഇന്നലെ തന്നെ തന്റെ അച്ഛന് സുഖമില്ലെന്ന് പറഞ്ഞ് അവൾ തിരിച്ചു പോയെന്നും മായമ്മ പറയും. എന്നാൽ രഘുപതി ആ നെക്ലേസുമായി അവിടേക്ക് വന്ന ആ പെൺകുട്ടി മോഷ്ടിച്ച മാലയാണിത്. ഇത് കണ്ട ആ പെൺകുട്ടിയുടെ അച്ഛൻ തന്നെ തന്നോട് അവൾ ചെയ്ത തെറ്റിന് മാപ്പ് ചോദിച്ച് എന്നെ ഏൽപ്പിച്ചതാണെന്നും രഘുപതി പറയുന്നു. ഇത് കേട്ട് മായമ്മ വളരെ ദേഷ്യത്തോടെ രഘുപതിയെ നോക്കുന്നുണ്ട്. മുൻപരിചയമില്ലാത്തവരെ മേലാൽ ഇനി ജോലിക്ക് നിർത്തരുതെന്ന് മായമ്മയ്ക്ക് വാർണിംഗ് നൽകി തന്റെ നെക്ലേസുമായി നാൻസി പോകുന്നു. തിരിച്ച് വീട്ടിലെത്തിയ രഘുപതിയോട് വളരെ ദേഷ്യത്തോടെയാണ് മായമ്മ പ്രതികരിക്കുന്നത്. നമ്മൾ വല്ലവന്റെയും വേലക്കാരായത് ഒരു ഗതി ഇല്ലാത്തവരായതൊക്കെ നിങ്ങളുടെ കഴിവുകേടാണെന്നും നിങ്ങൾക്ക് ഒന്നും സമ്പാദിക്കാനുള്ള കഴിവില്ല, ഞാൻ അതിനായി എന്തെങ്കിലും ചെയ്താൽ ആ പദ്ധതികളൊക്കെ നിങ്ങൾ എന്തിനാണ് നശിപ്പിക്കുന്നതെന്നൊക്കെ മായമ്മ ചോദിക്കുന്നു. ബാങ്കിലും ക്യാഷില്ല, ഡെപ്പോസിറ്റുമില്ല, ഒരു തരി സ്വർണവുമില്ല, ഒന്നിനും കൊള്ളാത്തവനാണ് നിങ്ങളെന്നും വളരെ ദേഷ്യത്തോടെ മായമ്മ പറയുമ്പോൾ അമ്മ എന്തിനാണ് ഇങ്ങനെ അച്ഛനെ ചീത്ത വിളിക്കുന്നതെന്ന് വളരെ ഇമോഷണലായി രുദ്ര ചോദിക്കുന്നു. എന്നാൽ മായമ്മ അവളോടും ദേഷ്യപ്പെടുന്നുണ്ട്. അന്യായമായി നമുക്കൊന്നും വേണ്ടെന്നും നമ്മൾ സമ്പാദിച്ചുണ്ടാക്കുന്നത് മാത്രം മതിയെന്നുമാണ് രഘുപതി പറയുക. പ്രശാന്ത് സുരേഷിനെയും ഇവയെയും വിളിച്ചു വരുത്തിയതിനു ശേഷം നീ ജെസ്സിയെ ഉപദ്രവിച്ചിരുന്നോ എന്ന് സുരേഷിനോട് ചോദിക്കുന്നു. കാരണം അവളുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ജെസ്സി റേപ്പ് ചെയ്യപ്പെട്ടിരുന്നു എന്നുണ്ടായിരുന്നു. എന്നാൽ തനിക്കൊന്നും അറിയില്ലെന്നും സുരേഷ് പറയുമ്പോൾ അവൾക്ക് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കാരണം
കാരണം ഇവൻ തന്നെയാണെന്ന് ഇവ പറയും. ഞാനല്ല, ഡേവിഡാണ് അവളോട് മോശമായി ബിഹേവ് ചെയ്യാൻ ശ്രമിച്ചിട്ടെന്ന് സുരേഷ് പറയുന്നു. ഞാൻ കുളിക്കുമ്പോഴും റൂമിൽ തനിച്ചിരിക്കുമ്പോഴും ഒക്കെ തന്നെ ആരോ രഹസ്യമായി നോക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായിരുന്നു. അത് ആരാണെന്ന് ഞാൻ കണ്ടെത്തി. അത് ഡേവിഡ് ആണെന്ന് ജെസ്സി എന്നോട് പറഞ്ഞിരുന്നെന്നും സുരേഷ് പറയും. സുരേഷ് പറയുന്നത് കേട്ട് നിനക്ക് രക്ഷപ്പെടാനായി ഡേവിഡിന്റെ മേൽ കുറ്റം ചുമത്തുമോ എന്ന് ചോദിച്ച് ഇവ സുരേഷിനെ അടിക്കുന്നു. എന്നാൽ ഇതിനൊക്കെ തെളിവുകളുണ്ടെന്നും ജെസ്സിക്ക് ഡെയിലി ഡയറി എഴുതുന്ന ഹാബിറ്റ് ഉണ്ട്. അവളുടെ ഡയറിയിൽ ഇതൊക്കെ കൃത്യമായി എഴുതിയിട്ടുണ്ടെന്നും സുരേഷ് പറയും. ഇതൊക്കെ ഡേവിഡും വീടിനുള്ളിൽ നിന്നും കേൾക്കുന്നുണ്ടായിരുന്നു. പോലീസിന് ആ ഡയറി കിട്ടിയാൽ ഉറപ്പായും താൻ പെടുമെന്ന് ഡേവിഡിന് മനസ്സിലാകും. സോ ഡേവിഡ് ഉടനെ ജെസ്സിയുടെ റൂമിലെത്തി ആ ഡയറി എടുത്ത് തീയിട്ട് നശിപ്പിച്ചു കളയുന്നു. ഇതറിയാതെ ഇവ അവളുടെ റൂമിലെത്തി ജെസ്സിയുടെ ഡയറി തിരിയുമ്പോൾ ഞാനത് നശിപ്പിച്ചു കളഞ്ഞെന്ന് ഡേവിഡ് പറയും. അതുപോലെ തന്നെ സുരേഷ് പറഞ്ഞതൊക്കെ സത്യമായിരുന്നെന്നും എനിക്ക് ജെസ്സിയോട് ഇഷ്ടമുണ്ടായിരുന്നത് സത്യമാണ്, പക്ഷെ ഞാൻ അവളെ റേപ്പ് ചെയ്തിട്ടില്ലെന്നും ഡേവിഡ് പറയും. താൻ ജീവന് തുല്യം സ്നേഹിച്ച ഹസ്ബൻഡ്, എന്നാൽ അയാൾ തന്റെ സിസ്റ്ററിനെ വരെ മോശമായ രീതിയിലാണ് കണ്ടുകൊണ്ടിരുന്നതെന്നറിയുന്ന ഇവ വളരെ ഇമോഷണൽ ആകും. എന്നാൽ നീയാണ് ജെസ്സിയെ കൊക്കൈൻ യൂസ് ചെയ്യാൻ പഠിപ്പിച്ചതെന്ന് ഞാൻ പോലീസിനോട് പറയും. പ്രായപൂർത്തിയാകാത്ത ജെസ്സിക്ക് ഡ്രഗ്സ് നൽകി തുടങ്ങിയത് നീയാണ്. സോ നീയും ഈ കേസിൽ പെടും. അത് വേണ്ടെങ്കിൽ ജെസ്സിയുമായി എനിക്കുണ്ടായിരുന്ന ഈ കണക്ഷൻ പോലീസ് അറിയരുതെന്നും ഡേവിഡ് അവൾക്ക് വാർണിംഗ് നൽകും. ജെസ്സിയുടെ മരണത്തിന് കാരണം ഒരുപക്ഷെ പോച്ചമ്മയുടെ ശാപമാകാമെന്ന് നാൻസി ചിന്തിക്കുന്നുണ്ട്. ഈ കാര്യം നാൻസി ഫ്രാൻസിസിനോടും സംസാരിക്കുന്നു. ഫ്രാൻസിസിന്റെ വീട്ടിൽ ഇങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നതിനാൽ രഘുപതി രുദ്രയുമായി ഒരു സ്വാമിനിയെ കാണാനെത്തുന്നു. അവരുടെ വീട്ടിലുണ്ടാകുന്ന പ്രശ്നങ്ങളുടെ കാരണം പോച്ചമ്മയുടെ ശാപമാണെന്ന് ആ സ്വാമിനി പറയുമ്പോൾ ഇതിന് എന്തെങ്കിലും പ്രതിവിധി പറഞ്ഞു തരാനും രഘുപതി അവരോട് ചോദിക്കുന്നുണ്ട്. പോച്ചമ്മയുടെ ശില അവിടെ ആരും കൊണ്ടുവന്ന് വെച്ചതല്ല, പോച്ചമ്മ തന്നെ അവിടെ കുടിയിരുന്നതാണ്. നിങ്ങൾക്ക് തന്നെയല്ലേ രഘുപതി പോച്ചമ്മയെ ആദ്യമായി കിട്ടിയതെന്നും ആ സ്വാമിനി ചോദിക്കും. നീ തന്നെയാണ് അമ്മയ്ക്ക് പൂജ നടത്തി അവിടെ കുടിയിരുത്തിയതും. ദേവി വളരെ സന്തോഷത്തോടെയായിരുന്നു അവിടെ ഇരുന്നത്. എന്നാൽ ഫ്രാൻസിസും ഫാമിലിയും അവിടെ എത്തി ആ വിഗ്രഹം എടുത്ത് മാറ്റിയതോടെ ദേവി വലിയ കോപത്തിലാണ്. ദേവിയുടെ കോപത്തിനുള്ള സൂചനകൾ ഓൾറെഡി പോച്ചമ്മ ആ ഫാമിലിക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ടെന്നും സ്വാമിനി പറയും. ഫ്രാൻസിസ് വോക്കിങ്ങിന് പോകുമ്പോൾ ഒരു മരച്ചില്ല ഒടിഞ്ഞ് ഫ്രാൻസിസിന് നേരെ വീഴും. നാൻസിക്കാണെങ്കിൽ ആകെ ടെൻഷനായി മനോനില തെറ്റിയ രീതിയിലായിരുന്നു ചില സമയത്തൊക്കെ നാൻസി ബിഹേവ് ചെയ്തിരുന്നത്. ഇതൊക്കെ രഘുപതി ഓർത്തെടുക്കും. ഇതിന് പരിഹാരമാകണമെങ്കിൽ പോച്ചമ്മയുടെ ശില തിരിച്ച് അവിടെ തന്നെ പ്രതിഷ്ഠിച്ച് മുടക്കാതെ പൂജകൾ ചെയ്യണമെന്നും അവർ പറയുന്നു. അവിടെ സീൻ കട്ട് ചെയ്ത് നിങ്ങൾ എന്തിനാണ് ജെസ്സിയുടെ ഡയറി കത്തിച്ചു കളഞ്ഞതെന്ന് പ്രശാന്ത് ഡേവിഡിനോട് ചോദിക്കും. ആ സമയത്ത് അങ്ങനെ സംഭവിച്ചു പോയതാണെന്നും എന്നാൽ ഞാൻ ജെസ്സിയെ ഒന്നും ചെയ്തിട്ടില്ലെന്നും ജെസ്സിയുടെ മരണത്തിന് ഞാനല്ല കാരണക്കാരനെന്നും ഡേവിഡ് പറയുന്നു. ഇവയും ഡേവിഡിനെ സപ്പോർട്ട് ചെയ്താണ് സംസാരിക്കുന്നത്. ഇതിനൊക്കെ കാരണം സുരേഷ് തന്നെയാകാനാണ് ചാൻസ് എന്നും ഇവ പറയും. പോച്ചമ്മയുടെ ശില മാറ്റിയതിനാലാണ് ഇതൊക്കെ നടക്കുന്നതെന്നും ഇന്ന് ഇവിടുത്തെ ദേവീക്ഷേത്രത്തിലെ ഉത്സവമാണ്, അതിൽ പങ്കെടുത്ത് ദേവിയോട് മാപ്പ് ചോദിച്ചാൽ എല്ലാ പ്രശ്നങ്ങളും തീരുമെന്നും രഘുപതി നാൻസിയോട് പറയുന്നുണ്ട്. ക്ഷേത്രത്തിലെത്തി ദേവിയോട് മാപ്പ് ചോദിക്കാൻ നാൻസിയും തീരുമാനിക്കും. അതിനായി രഘുപതിക്കൊപ്പം നാൻസി ക്ഷേത്രത്തിൽ എത്തുന്നു. എന്നാൽ പോച്ചമ്മയുടെ പ്രതിഷ്ഠ നശിപ്പിച്ചത് നാൻസിയുടെ ഫാമിലി ആയതിനാൽ അവിടെ കൂടിയിരുന്ന ആളുകൾ ചീത്ത പറഞ്ഞ് നാൻസിയെ അവിടെ നിന്നും പുറത്താക്കുന്നു. എല്ലാവരുടെയും മുന്നിൽ ആകെ നാണക്കേടായ നാൻസി വളരെ ദേഷ്യത്തോടെ പോച്ചമ്മ ഞങ്ങളെ ശപിച്ചതാണെങ്കിൽ അത് അങ്ങനെ തന്നെ നിൽക്കട്ടെ, ആരോടും മാപ്പ് ചോദിക്കാൻ എനിക്ക് പറ്റില്ലെന്ന് പറഞ്ഞ് അവിടെ നിന്നും തിരിച്ചു പോകുന്നു. കുടുംബത്തിന് പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നതിനാൽ മായമ്മയോടും നാൻസി കുറച്ച് റൂഡായിട്ടാണ് പെരുമാറിയിരുന്നത്. അതുകൊണ്ട് ഇനി അവിടെ ജോലി ചെയ്യാൻ കഴിയില്ലെന്നും എത്രയെന്ന് വെച്ചാണ് ക്ഷമിക്കുന്നത് എന്നൊക്കെ മായമ്മ രഘുപതിയോട് പരാതി പറയുന്നുണ്ട്. ഇവ ജോഗിങ്ങിന് പോകുന്നതിനിടയിൽ ആരോ തന്നെ ഫോളോ ചെയ്യുന്നതായി ഇവയ്ക്ക് തോന്നും. ഒരു പേടിയോടെ അവിടെ ഇരിക്കുന്ന ഇവയെ പോച്ചമ്മയുടെ മാസ്ക് വെച്ച് ആരോ പേടിപ്പിക്കുകയും ഇവ പേടിച്ച് താഴേക്ക് വീഴുകയും ചെയ്യുന്നു. സംഭവം പറഞ്ഞ് ഫ്രാൻസിസ് രഘുപതിയുമായി സ്പോട്ടിലെത്തുന്നു. ആ വീഴ്ചയിൽ ഇവയ്ക്ക് കാര്യമായി ഒന്നും തന്നെ പറ്റിയിരുന്നില്ല. റെഡ്ഡി എന്നൊരാളാണ് ഇവ വീഴുന്നത് കാണുന്നതും ഈ കാര്യം പോലീസിനെ വിളിച്ചറിയിച്ചതെന്നും പ്രശാന്ത് പറയും. എന്നാൽ റെഡ്ഡിയെ കണ്ട് ഫ്രാൻസിസിന് വലിയ ദേഷ്യം വരികയും ഇവയ്ക്ക് ആക്സിഡന്റ് സംഭവിക്കാൻ കാരണം തന്നെ ഈ റെഡ്ഡിയാണെന്ന് പറഞ്ഞുകൊണ്ട് അയാളുടെ നേരെ ഫ്രാൻസിസ് ചെല്ലുകയും ചെയ്യുന്നു. എന്നാൽ പോലീസ് ഫ്രാൻസിസിനെ പിടിച്ചു മാറ്റും. ഫ്രാൻസിസിന് റെഡ്ഡിയെ മുൻ പരിചയം ഉണ്ടായിരുന്നു. ഇവയുടെ ആനിവേഴ്സറിക്ക് റെഡ്ഡിയെയും അവർ ഇൻവൈറ്റ് ചെയ്തിരുന്നു. ഈ സ്ഥലവും വീടും എനിക്ക് ഒരുപാട് ഇഷ്ടമായി, ഇതെനിക്ക് വിൽക്കാമോ എന്ന് റെഡ്ഡി അവിടെ വെച്ച് ഫ്രാൻസിസിനോട് ചോദിക്കുന്നു. ഈ സ്ഥലം വിൽക്കാൻ എനിക്ക് താല്പര്യമില്ലെന്നാണ് ഫ്രാൻസിസ് പറയുക. ആ സമയത്ത് അവിടേക്ക് വരുന്ന ജെസ്സിയെ നോക്കി ഫ്രാൻസിസ് നിനക്ക് 2 പെൺകുട്ടികളാണല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ഫ്രാൻസിസിനെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ റെഡ്ഡി സംസാരിക്കുന്നു. ഈ കാര്യങ്ങൾ ഫ്രാൻസിസ് പ്രശാന്തിനോടും പറയുന്നതിനാൽ ജെസ്സിയുടെ മരണത്തിന് റെഡ്ഡിയുടെ പങ്കുണ്ടോ എന്നറിയാനായി പ്രശാന്ത് റെഡ്ഡിയെ ചോദ്യം ചെയ്യും. തനിക്കതിലൊന്നും പങ്കില്ലെന്നും എന്നാൽ ആ സ്ഥലവും വീടും വിൽക്കുന്നതിനെ പറ്റി ഫ്രാൻസിസിനോട് താൻ സംസാരിച്ചിരുന്നെന്നും അയാൾ അതിന് സമ്മതിച്ചില്ലെന്നും റെഡ്ഡി പറയുന്നു. ഒരു ദേവി തനിയെ അവിടെ കുടിയിരുന്നതാണ്. ആ വീടും സ്ഥലവും അത്രമേൽ ബ്ലെസ്ഡ് ആണ്.
ആ സ്ഥലവും വീടും കിട്ടിയാൽ പിന്നെ ജീവിതത്തിൽ പുരോഗമനം ഉണ്ടാകുമെന്നും എല്ലാത്തിലും വലിയ വിജയം കൈവരിക്കാൻ കഴിയുമെന്നും റെഡ്ഡി പറയുന്നു. ആ സ്ഥലം കൈക്കലാക്കാൻ എന്റെ ഒപ്പം നിന്നാൽ നിനക്ക് പ്രമോഷൻ ഞാൻ മേടിച്ചു നൽകാമെന്നും റെഡ്ഡി പ്രശാന്തിനോട് പറയുന്നു. ഇവയുടെ ആക്സിഡന്റ് അറിഞ്ഞ നാൻസിയും ഹോസ്പിറ്റലിൽ എത്തും. ഇതൊക്കെ ദേവിയുടെ കോപം കൊണ്ടാകാം. നമുക്ക് പോച്ചമ്മയുടെ ശില തിരിച്ച് അവിടെ തന്നെ പ്രതിഷ്ഠിക്കാമെന്നും അല്ലെങ്കിൽ ആ വീടും സ്ഥലവും ആർക്കെങ്കിലും വിറ്റിട്ട് നമുക്ക് ഇവിടെ നിന്ന് തന്നെ പോകാമെന്നും നാൻസി ഫ്രാൻസിസിനോട് പറയുന്നു. ഇതൊക്കെ രഘുപതിയുടെ മകൾ രുദ്രയും കേൾക്കുന്നുണ്ട്. ഫ്രാൻസിസിന്റെ ഫാമിലി തന്നെ ആ ശില അവിടെ തിരിച്ചു വെക്കാൻ തീരുമാനിച്ചതിനാൽ രുദ്ര തന്നെ ആ ശില തേടിയിറങ്ങുന്നു. ആ ശില അവിടെ നിന്നും എടുത്തു മാറ്റിയ ആളെ മീറ്റ് ചെയ്ത് പോച്ചമ്മയുടെ ശില എവിടെയാണ് കളഞ്ഞതെന്ന് രുദ്ര ചോദിക്കും. അയാൾ ശില കളഞ്ഞത് ഒരു കാടിനുള്ളിലാണ്. അവിടേക്ക് രുദ്രയെ കൂട്ടിക്കൊണ്ടുപോയി ഇവിടെ നിന്നും ശില ഞാൻ എറിഞ്ഞു കളയുകയായിരുന്നെന്നും നീ തന്നെ തപ്പിയെടുക്കാനും പറഞ്ഞ് അയാൾ പോകുന്നു. വീണ്ടും ഹോസ്പിറ്റലിൽ കാണിക്കുമ്പോൾ ഇവയ്ക്ക് മറ്റു പ്രശ്നങ്ങളൊന്നുമില്ലെന്നും ചെറിയ പരിക്കുകൾ മാത്രമാണ് സംഭവിച്ചതെന്നും ഡോക്ടർ അവരോട് പറയും. എന്താണ് സംഭവിച്ചതെന്ന് ഫ്രാൻസിസ് ഇവയോട് ചോദിക്കുമ്പോൾ പോച്ചമ്മയുടെ മാസ്ക് വെച്ച് ആരോ എന്നെ പേടിപ്പിച്ചതാണെന്ന് ഇവ പറയുന്നു. അത് ഡേവിഡ് തന്നെയാകാനാണ് ചാൻസ് എന്ന് നാൻസി പറയും. കാരണം മുൻപ് പലപ്പോഴും ഡേവിഡ് തമാശയ്ക്ക് ഇവയെ പോച്ചമ്മയുടെ മാസ്ക് വെച്ച് പേടിപ്പിച്ചിരുന്നു. ഡേവിഡ് തന്നെ ആകുമെന്ന് ഇവയും ഉറപ്പിച്ച് പറയും. ജെസ്സിയോടും അയാൾ മോശമായി പെരുമാറിയിരുന്നെന്നും ഒരു പരിധിവരെ അവളുടെ മരണത്തിൽ ഡേവിഡിന് പങ്കുണ്ടെന്നും ഇവ അവരോട് പറയുന്നു. ഇവയ്ക്ക് ആക്സിഡന്റ് സംഭവിച്ചതൊന്നും ഡേവിഡ് അറിഞ്ഞിരുന്നില്ല. വീട്ടിലെ മെയ്ഡ് പറയുമ്പോൾ ഡേവിഡ് ഉടനെ ഹോസ്പിറ്റലിലേക്ക് പോകാൻ തുടങ്ങും. വണ്ടിയിൽ കയറുന്ന ഡേവിഡ് അവന്റെ വണ്ടിയിൽ ഇവയെ പേടിപ്പിക്കാൻ ഉപയോഗിച്ച പോച്ചമ്മയുടെ മാസ്ക് കാണുന്നു. ഇത് തന്നെ പെടുത്താൻ ആരോ മനഃപൂർവ്വം ചെയ്തതാണെന്ന് ഡേവിഡിന് മനസ്സിലാക്കും. സുരേഷാണ് സാധാരണ ഡേവിഡിന്റെ വണ്ടി ക്ലീൻ ചെയ്യുക. സോ അവൻ അറിയാതെ ഈ മാസ്ക് വണ്ടിയിൽ വരില്ലെന്ന് മനസ്സിലാക്കി ഡേവിഡ് സുരേഷിനോട് ഈ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ തനിക്കൊന്നും അറിയില്ലെന്നാണ് സുരേഷ് പറയുക. ഉടനെ ഡേവിഡ് അവനെ ചവിട്ടി വീഴ്ത്തിയതിനു ശേഷം തൂണിനോട് ചേർത്ത് കെട്ടിയിടുന്നു. ഇവയ്ക്ക് ആ മാസ്ക് പേടിയാണെന്ന് പറഞ്ഞപ്പോൾ അത് ഉപേക്ഷിക്കാനായി സുരേഷിനെയായിരുന്നു ഡേവിഡ് അത് ഏൽപ്പിച്ചത്. സോ ഉറപ്പായും ഇവയെ ഭയപ്പെടുത്തിയത് സുരേഷ് ആണെന്ന് ഡേവിഡിന് മനസ്സിലാകും. ഡേവിഡ് ഉടനെ ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. എന്നാൽ ഇവയെ ഡിസ്ചാർജ് ആക്കി തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോഴാണ് ഡേവിഡിന്റെ വണ്ടി ആക്സിഡന്റായി വഴിയിൽ കിടക്കുന്നതും ആളുകളും പോലീസും തടിച്ചുകൂടിയിരിക്കുന്നതും അവർ കാണുക. ഡേവിഡ് സ്പോട്ടിൽ തന്നെ മരിച്ചിരുന്നു. ഇതറിഞ്ഞ് അവരെല്ലാവരും ഷോക്ഡ് ആകുന്നു. ആ ഫാമിലിയിലെ രണ്ടാമത്തെ മരണമാണ് സംഭവിച്ചിരിക്കുന്നത്. ഇത് ഉറപ്പായും പോച്ചമ്മയുടെ ശാപം തന്നെയാണെന്ന് മനസ്സിലാക്കി ഫ്രാൻസിസും ആ സ്ഥലവും വീടും ആർക്കെങ്കിലും വിൽക്കാൻ തന്നെ തീരുമാനിക്കും. ഫ്രാൻസിസ് സ്ഥലം വിൽക്കാൻ പോകുകയാണെന്നറിഞ്ഞ് റെഡ്ഡി ഫ്രാൻസിസിനെ മീറ്റ് ചെയ്ത് നിങ്ങൾ ചോദിക്കുന്ന പണം തരാം, നിങ്ങൾ ഈ സ്ഥലത്തിന് വേണ്ടി ചിലവാക്കിയ തുകയുടെ ഇരട്ടി പണം തരാം, ഈ സ്ഥലം എനിക്ക് തന്നെ തരണമെന്നും പറയുന്നു. എന്നാൽ ഞാനത് വിൽക്കാൻ പോകുകയാണെന്നത് സത്യമാണ്, പക്ഷെ എന്ത് വന്നാലും ഈ സ്ഥലം നിനക്ക് തരാൻ എനിക്ക് ഉദ്ദേശമില്ലെന്നും ഈ സ്ഥലവും വീടും ഞാൻ രഘുപതിക്കാണ് കൊടുക്കാൻ പോകുന്നതെന്നും ഫ്രാൻസിസ് പറയും. ഇത് കേട്ട് രഘുപതി ആകെ ഷോക്ക്ഡാകും. കോടികൾ വില വരുന്ന ആ സ്ഥലവും വീടും രഘുപതിക്ക് വെറുതെ നൽകി ഫ്രാൻസിസും ഫാമിലിയും അവിടെ നിന്നും പോകുന്നു. അവർ പോയതിനു ശേഷം നിങ്ങളെ പോലെ ബുദ്ധിമാനായ ഒരാൾ വേറെ ഉണ്ടാകില്ലെന്ന് മായമ്മ രഘുപതിയോട് പറയുമ്പോൾ രഘുപതിയും അവളെ നോക്കി ഒരു ചിരി ചിരിക്കും. ആക്ച്വലി ഈ നടന്നതൊക്കെ രഘുപതിയുടെ പ്ലാൻ മാത്രമായിരുന്നു. അവിടെ സീൻ കട്ട് ചെയ്ത് 9 മാസങ്ങൾക്ക് മുൻപ് നടന്നതാണ് കാണിക്കുക. ഈ സ്ഥലവും വീടും രഘുപതിയുടേതായിരുന്നു. എന്നാൽ പണത്തിന് ആവശ്യം വന്നപ്പോഴാണ് ആ സ്ഥലം രഘുപതി മറ്റൊരാൾക്ക് വിൽക്കുന്നത്. ആ സ്ഥലം വിറ്റതിനു ശേഷം രഘുപതി ഒരു ആചാര്യനെ മീറ്റ് ചെയ്യുമ്പോൾ ആ സ്ഥലം നീ എന്തിനാണ് വിറ്റത്? പോച്ചമ്മ കുടിയിരിക്കുന്നതിന്റെ വടക്കു ദിശയിലായി വിലമതിക്കാനാകാത്ത നിധിയുണ്ട്. ആ സ്ഥലം നീ വിറ്റില്ലായിരുന്നെങ്കിൽ നിനക്ക് കിട്ടേണ്ട നിധിയായിരുന്നു അത്. നിന്റെ കർമ്മഫലം കൊണ്ടാകാം അത് മറ്റൊരാൾക്ക് ചെന്ന് ചേർന്നതെന്നും ആചാര്യൻ രഘുപതിയോട് പറയുന്നു. താൻ കാണിച്ച ബുദ്ധിമോശമോർത്ത് രഘുപതി ആകെ ടെൻഷനാകുന്നു. ഈ കാര്യങ്ങളെല്ലാം രഘുപതി മായമ്മയോടും പറയും. എങ്ങനെയെങ്കിലും ആ സ്ഥലം വീണ്ടും കൈക്കലാക്കി നിധി സ്വന്തമാക്കണമെന്ന് രഘുപതി തീരുമാനിക്കുന്നു. മകൻ സുരേഷിനെയും മായമ്മയെയും കൂടെ നിർത്തി ആ സ്ഥലം സ്വന്തമാക്കാൻ രഘുപതി ഒരു പ്ലാൻ തയ്യാറാക്കും. രഘുപതി ഫ്രാൻസിസിന്റെ ഒരു ജോലിക്കാരന് ക്യാഷ് നൽകി നിങ്ങൾ ക്രിസ്ത്യൻസ് അല്ലേ, എന്തിനാണ് പോച്ചമ്മയുടെ ശില അവിടെ വെക്കുന്നത്, അത് പൊളിച്ചു കളയുമല്ലേ എന്നൊക്കെ അയാളെ കൊണ്ട് ഫ്രാൻസിസിനോട് പറയിക്കും. ഇത് കേട്ട് ഫ്രാൻസിസും ആ ശില അവിടെ വെക്കേണ്ട കാര്യമില്ലല്ലോ എന്നും ചിന്തിക്കും. അങ്ങനെയാണ് പോച്ചമ്മയുടെ ശില ഫ്രാൻസിസ് അവിടെ നിന്നും മാറ്റുന്നത്. രഘുപതിയുടെ പ്ലാൻ പ്രകാരമായിരുന്നു സുരേഷും ജെസ്സിയുമായി കൂടുതൽ അടുത്തതും അവളോട് പ്രണയം നടിച്ചതും. സുരേഷ് തന്നെ ചതിക്കുകയാണെന്ന് മനസ്സിലാക്കാതെ ജെസ്സിയും അവനെ ആത്മാർത്ഥമായി സ്നേഹിച്ചിരുന്നു. നാൻസിയെ പേടിപ്പിക്കാനായി മായമ്മ ഒരു പാമ്പിനെ അവരുടെ അലമാരിക്കുള്ളിൽ വയ്ക്കുന്നുണ്ട്. നടക്കുന്നതെല്ലാം പോച്ചമ്മയുടെ ശാപമാണെന്ന് വരുത്തി തീർക്കാനായിരുന്നു അവർ ഇങ്ങനെയൊക്കെ ചെയ്തത്. ആ സ്ഥലം കൈക്കലാക്കാൻ SI പ്രശാന്തിനെയും രഘുപതി കൂടെ നിർത്തുന്നു. നിധി കിട്ടിയാൽ അതിന്റെ പകുതി തരാമെന്നും രഘുപതി പ്രശാന്തിന് ഉറപ്പ് നൽകും. ജെസ്സിയുടെ മരണമറിഞ്ഞെത്തിയ പ്രശാന്ത് നീ തന്നെയല്ലേ ജെസ്സിയെ കൊന്നതെന്ന് രഘുപതിയോട് ചോദിക്കുമ്പോൾ അതെയൊന്നും രഘുപതി പറയും. ജെസ്സി മരിക്കുന്ന അന്നേ ദിവസം ആക്ച്വലി എന്താണ് സംഭവിച്ചതെന്ന് കാണിക്കും. ഞാൻ പറയുന്നത് കേൾക്കാനോ
എന്നെ ഒന്നും മനസ്സിലാക്കാനോ ആരുമില്ലെന്നും ഡേവിഡ് വരെ എന്നെ ടോർച്ചർ ചെയ്യുകയാണെന്നുമുള്ള അവളുടെ സങ്കടങ്ങൾ ജെസ്സി സുരേഷിനോട് പറയുന്നു. ഞാൻ പറയുന്നത് ആരും കേട്ടില്ലെങ്കിൽ ഞാൻ വീടിന് മുകളിൽ കയറി എല്ലാവരുടെയും അറ്റൻഷൻ പിടിച്ച് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാറുണ്ട്. അതുപോലെ നീയും ചെയ്യാനാണ് സുരേഷ് അവളോട് പറയുന്നത്. എന്നാൽ എനിക്ക് ഉയരം പേടിയാണെന്നും അത് വേണ്ടെന്നും ജെസ്സി പറയുമ്പോൾ ഡ്രഗ്സ് യൂസ് ചെയ്താൽ നിന്റെ പേടിയൊക്കെ പോകുമെന്ന് പറഞ്ഞ് ഫ്രാൻസിസിന്റെ കൊക്കൈൻ സുരേഷ് ജെസ്സിക്ക് നൽകുന്നു. ഡ്രഗ്സ് യൂസ് ചെയ്യുന്നതോടെ ജെസ്സി ഒരു അബോധാവസ്ഥയിലാകും. വീടിന് മുകളിൽ കയറാൻ മടിച്ചു നിന്ന് ജെസ്സിയെ നീ വീണാൽ ഞാൻ പിടിക്കാമെന്നും രക്ഷിക്കാമെന്നും ഒക്കെ പറഞ്ഞു പറ്റിച്ച് സുരേഷാണ് അവളെ ടെറസിന് മുകളിൽ എത്തിക്കുന്നത്. ജെസ്സിയെ വീടിന് മുകളിൽ കയറ്റി താഴേക്ക് സുരേഷ് ഇറങ്ങി വരുമ്പോൾ രഘുപതിയും അവിടേക്ക് വരും. അച്ഛാ, നമുക്ക് അവളെ രക്ഷിക്കാം, ഈ പ്ലാൻ വേണ്ടെന്ന് വെക്കാമെന്നും ഞാൻ ശരിക്കും അവളെ സ്നേഹിക്കുന്നുണ്ടെന്നും വളരെ ഇമോഷണലായി സുരേഷ് പറയും. ആ നീതി കിട്ടിയാൽ രാജാവിനെ പോലെ ജീവിക്കാം, പിന്നെ നിനക്ക് ഇതിലും നല്ല പെണ്ണിനെ കിട്ടുമെന്നും രഘുപതി പറയും. ജെസ്സിയുടെ പുറകെ പോകുന്ന രഘുപതിയായിരുന്നു അവളെ വീടിന് മുകളിൽ നിന്നും തള്ളി താഴേക്കിടുന്നത്. ഡേവിഡിന് അവരുടെ മേൽ സംശയം തോന്നി സുരേഷിനെ തൂണിൽ കെട്ടിയിട്ടിരുന്നല്ലോ. ഡേവിഡ് അവിടെ നിന്ന് ഹോസ്പിറ്റലിലേക്ക് പോയ പിറകെ സുരേഷ് കെട്ടെല്ലാം അടിച്ചു മാറ്റി ഡേവിഡിന് നമ്മളെ സംശയമുണ്ടെന്ന് രഘുപതിയോട് വിളിച്ചു പറയും. സോ രഘുപതി ഉടനെ ഒരു ലോറി ഡ്രൈവറിനെ ഡേവിഡിനെ കൊല്ലാനായി പണം കൊടുത്ത് ഏൽപ്പിക്കുന്നു. ഡേവിഡ് വരുന്ന വണ്ടിയിലിടിച്ച് ആക്സിഡന്റ് ആക്കുകയും ഡേവിഡിനെ കൊന്നതും രഘുപതിയുടെ പ്ലാൻ തന്നെയായിരുന്നു. അവിടെ സെൻ കട്ട് ചെയ്ത് രുദ്രയ്ക്ക് ഒരു കുളത്തിൽ നിന്നും പോച്ചമ്മയുടെ ശില കിട്ടുന്നു. പോച്ചമ്മയെ കണ്ട സന്തോഷത്തോടെ ദേവിയുടെ ശിലയുമായി അവൾ വീട്ടിലേക്ക് പോകും. എന്നാൽ ഈ സമയം രഘുപതിയും മായമ്മയും സുരേഷും കൂടി ആ നിധി കുഴിച്ചെടുക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. പക്ഷെ ഉടനെ പ്രശാന്തും അവിടേക്ക് എത്തുന്നു. ആഹാ, ഞാനില്ലാതെ നിധി കുഴിച്ചെടുക്കാനുള്ള പ്ലാൻ ആയിരുന്നോ എന്ന് പ്രശാന്ത് ചോദിക്കുമ്പോൾ നിധി കിട്ടിയാൽ ഉറപ്പായും നിങ്ങളുടെ ഷെയർ നിങ്ങൾക്ക് തരാമെന്ന് രഘുപതി പറയും. അത് പറ്റില്ല, 50-50 എടുക്കാനുള്ള പ്ലാൻ ഇനി വേണ്ട, എനിക്ക് ആ നിധി മുഴുവനായും കിട്ടണമെന്ന് പ്രശാന്ത് പറയും. ആ നിധി മുഴുവനായും നിങ്ങൾക്ക് തന്നാൽ പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് രഘുപതി ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഫ്രീ ആയി 10 ഏക്കർ സ്ഥലവും ഒരു വീടും കിട്ടിയില്ലേ, അത് പോരെ എന്നും പ്രശാന്ത് ചോദിക്കും. പ്രശാന്തിന്റെ ഭീഷണി ഭയന്ന് നിധി ഉപേക്ഷിച്ച് രഘുപതിയും സുരേഷും നടന്നു പോകും. എന്നാൽ മായമ്മ പ്രശാന്തിനെ പിന്നിൽ നിന്നും തലക്കടിച്ചു വീഴ്ത്തുന്നു. പ്രശാന്ത് ഉടനെ മായമ്മയെ ഷൂട്ട് ചെയ്യും. ഇത് കണ്ട് രഘുപതിയും സുരേഷും പ്രശാന്തിനെ അറ്റാക്ക് ചെയ്യാൻ ഓടിയെത്തുമ്പോൾ പ്രശാന്ത് അവരെയും ഷൂട്ട് ചെയ്യുന്നു. തലയിലേറ്റ പരിക്കിൽ പ്രശാന്ത് മരിച്ച് നിലത്തേക്ക് വീഴും. അവർ 4 പേരും സ്പോട്ടിൽ മരിച്ചു പോകും. അവിടെ സെൻ കട്ട് ചെയ്ത് അവിടെ നിന്നും തിരിച്ചു പോകുന്ന ഫ്രാൻസിസിന്റെ ഫാമിലിയെ കാണിക്കും. ഞാനും ജെസ്സിയും ഒരുമിച്ചുള്ള ഒരു ഫോട്ടോ ആ വീട്ടിലാണ്. അവളുടെ ഓർമ്മയ്ക്കായി അത് മാത്രമേ എനിക്കുള്ളൂ, നമുക്കത് തിരിച്ചു പോയി എടുക്കാമെന്ന് ഇവ ഫ്രാൻസിസിനോട് പറയുന്നു. തിരിച്ചവർ അവിടെ എത്തുമ്പോൾ അവരെല്ലാവരും മരിച്ചു കിടക്കുന്നതാണ് ഫ്രാൻസിസും ഫാമിലിയും കാണുന്നത്. ഇത് കണ്ട് അവർ ഷോക്ഡ് ആകും. എന്നാൽ ഇതൊന്നും അറിയാതെ രുദ്ര പോച്ചമ്മയുടെ ശിലയുമായി അങ്ങോട്ട് വരുന്നു. അച്ഛനും അമ്മയും മരിച്ചു കിടക്കുന്നത് കണ്ട് രുദ്ര കരഞ്ഞുകൊണ്ട് അവരെ കെട്ടിപ്പിടിക്കും. അവിടെ സെൻ കട്ട് ചെയ്ത് കുറച്ച് മാസങ്ങൾക്ക് ശേഷം കാണിക്കുക. ഫ്രാൻസിസും ഫാമിലിയും ആ വീട്ടിൽ തന്നെ താമസിക്കാൻ തുടങ്ങും. ആ സ്ഥലം സ്വന്തമാക്കാനായി രഘുപതിയുടെ പ്ലാൻ ആയിരുന്നു ഇതൊക്കെയെന്ന് അവർക്ക് മനസ്സിലാകുന്നു. എല്ലാവരും മരിച്ച അനാഥയായ രുദ്രയെ അവർ ജെസ്സിയുടെ സ്ഥാനത്തേക്ക് തങ്ങളുടെ മകളായി കരുതുകയും ആ ഫാമിലിയിലെ ഒരംഗമാക്കുകയും ചെയ്യും. അവസാനമായി പോച്ചമ്മയെ കാണിച്ച് എവരി സിൻഹാസ് എ വിക്നസ് എന്ന് എഴുതി കാണിച്ചാണ് ഈ മൂവിയും അവസാനിക്കുക.